വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ്റെ വിശദമായ വാർത്താ സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഇതോടൊപ്പം മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരികയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1995 മുതൽ കൃത്യമായും 5 വർഷം കൂടുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പൊതുതെരഞ്ഞെടുപ്പ് നടത്തി വരികയാണ്. സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് 2027 സെപ്റ്റംബർ 10 മാത്രമാണ്. അതൊഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, 86 മുനിസിപ്പാലിറ്റികളിലെ 3205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകൾ എന്നിവയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ 23,576 വാർഡുകളിലേക്കാണ്. ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണ്. ഓരോ നിയോജക മണ്ഡലത്തിനും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടികയുണ്ട്. പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം നടത്തിയിരുന്നു. 2024 സർക്കാർ പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരവും 2011 സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയുമാണ് വാർഡ് വിഭജനം നടത്തിയത്. സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന 21,900 വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി 23,612 വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ വാർഡുകൾക്ക് അനുസൃതമായി വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് 2020 പൊതുതെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് 2023 2024 സമഗ്രമായി സംക്ഷിപ്തമായി പുതുക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. 2025 2 തവണയായി സംക്ഷിപ്ത പുതുക്കൽ നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ 25 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം സംസ്ഥാനത്താകെ 2,84,30,761 വോട്ടർമാരുണ്ട്. 2,84,30,761 വോട്ടേഴ്സാണ് നമ്മുടെ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം നിലവിലുള്ളത്. അതിൽ 1,34,12,470 പേർ പുരുഷന്മാരും 1,50,18,10 പേർ സ്ത്രീകളും 281 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു. പ്രവാസി ഭാരതീയർക്ക് ഉള്ള വോട്ടർ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2,484 പുരുഷന്മാരും 357 സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസി വോട്ടർമാരായുള്ളത് ആകെ 2,841 പേരാണ്. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കുന്നതിന് നവംബർ 4, 5 തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു. അതോടൊപ്പം ഒഴിവാക്കലിനും ഭേദഗതിക്കും സ്ഥാനമാറ്റത്തിനും അവസരമുണ്ടായിരുന്നു. അത് നടപടികൾ പൂർത്തീകരിച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റ് 14 പ്രസിദ്ധീകരിക്കും. നവംബർ 14 പ്രസിദ്ധീകരിക്കും. അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് വില വാങ്ങിയും നൽകുന്നതാണ്. വോട്ടെടുപ്പിനായി ആകെ
33,746 33,746 പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തുന്നതിന് പഞ്ചായത്തുകൾക്കായി 28,127, മുനിസിപ്പാലിറ്റികൾക്ക് 3,604, കോർപ്പറേഷനുകൾക്ക് 2,015 പോളിംഗ് സ്റ്റേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ഒരു വോട്ടർക്ക് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് 3 വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നഗരസഭാ തലത്തിൽ 1 വോട്ടാണ് ചെയ്യേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് സംവരണം സംബന്ധിച്ച് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടേത് ജില്ലാ കളക്ടറും, മുനിസിപ്പാലിറ്റികളുടേത് തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറും, കോർപ്പറേഷനുകളുടേത് തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ. സ്ത്രീ, പട്ടികജാതി സ്ത്രീ, പട്ടികവർഗ സ്ത്രീ, പട്ടികജാതി, പട്ടികവർഗം എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായിരുന്നു സംവരണ വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സർക്കാർ എണ്ണം നിശ്ചയിച്ച് നൽകിയിരുന്നു. അത് പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സംവരണം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപാധ്യക്ഷ സ്ഥാനം, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന തലത്തിലാണ് പഞ്ചായത്തുകളിലുള്ളത്. അതിൽ പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുണ്ട്. അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും. അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും. മേയർ പുരുഷനായിട്ടുള്ളത് സ്ത്രീയായിരിക്കും ഡെപ്യൂട്ടി മേയർ. വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹൈദരാബാദ് ആസ്ഥാനമായ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നിർമ്മിച്ച് നൽകിയിട്ടുള്ളതാണ്. ഇവിടെ പരിശോധന ECIL എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 50,693 കൺട്രോൾ യൂണിറ്റുകളും 1,37,922 ബാലറ്റ് യൂണിറ്റുകളുമാണ് അത്തരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റും ഉണ്ടാകും. പരിശോധന പൂർത്തിയാക്കിയ മെഷീനുകളിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് കാൻഡിഡേറ്റ് സെറ്റിങ്ങിന് വേണ്ടി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകുകയും അതിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയാക്കി പോളിംഗിനായി തയ്യാറാക്കുന്നതുമാണ്. ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി 15 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണ് ഉണ്ടാകുക. 15-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുകയാണ് എങ്കിൽ അധികം ബാലറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കും. വോട്ടെടുപ്പിന് ആവശ്യമായ പോളിംഗ് സാധനങ്ങളും ഫോംസും മറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട്. EVMകൾ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് ജില്ലാ വെയർഹൗസിൽ നിന്നും ഭരണാധികാരികൾക്ക് ലഭ്യമാണ്. തെരഞ്ഞെടുപ്പിനായി ഭരണാധികാരികളെയും ഉപഭരണാധികാരികളെയും കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണാധികാരി ജില്ലാ കളക്ടറാണ്, റിട്ടേണിംഗ് ഓഫീസർ. ജില്ലാ പഞ്ചായത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് 1 വീതവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾക്ക് വാർഡുകളുടെ എണ്ണത്തിനനുസരിച്ച് 1-ലധികവും ഭരണാധികാരികൾ ഉണ്ടാകും. ആകെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമായി 1249 റിട്ടേണിംഗ് ഓഫീസേഴ്സാണുള്ളത്. ഓരോ ഭരണാധികാരിക്കും 1-ലധികം ഉപഭരണാധികാരികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭരണാധികാരികൾക്കും ഉപഭരണാധികാരികൾക്കും ആവശ്യമായ പരിശീലനം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്.
ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമാണ് ഉണ്ടാവുക. വോട്ടെടുപ്പിനായി നിയോഗിക്കുന്ന അതുൾപ്പെടെ ഇലക്ഷൻ പ്രവർത്തനത്തിനായി 1,80,000 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത്. ഇത് കൂടാതെ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 70,000-ഓളം പോലീസുകാരെയുമാണ് നിയോഗിക്കുക. അങ്ങനെ ഏകദേശം 2.5 ലക്ഷത്തോളം ജീവനക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉണ്ടാകും. പോളിംഗ് സാധനങ്ങളുടെ വിതരണത്തിനും പോളിംഗിനും ശേഷം അവ തിരികെ വാങ്ങി സൂക്ഷിക്കുന്നതിനുമുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിസപ്ഷൻ സെൻറ്റേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെ സംബന്ധിച്ച് അതത് സ്ഥാപന തലത്തിലുമാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സും റിസപ്ഷൻ സെൻറ്റേഴ്സും അറേഞ്ച് ചെയ്യുന്നത്. സംസ്ഥാനത്താകെ 244 ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ സെൻറ്റേഴ്സാണ് ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട്. 4 പട്ടികകളായി തിരിച്ച് ആണ് ചിഹ്നങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. 1-ാം പട്ടികയിൽ ദേശീയ പാർട്ടികൾക്കും 2-ാം പട്ടികയിൽ കേരളത്തിലെ സംസ്ഥാന പാർട്ടികൾക്കുമാണ് ചിഹ്നങ്ങൾ നൽകിയിട്ടുള്ളത്. 3-ാം പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അംഗീകൃത പാർട്ടികൾക്കും കേരള നിയമസഭയിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കുമുള്ള ചിഹ്നങ്ങളാണ് നൽകുന്നത്. 4-ാം പട്ടികയിലെ ചില സ്വതന്ത്ര ചിഹ്നങ്ങൾ മുൻഗണനാ ക്രമത്തിൽ ചില രജിസ്ട്രേഡ് പാർട്ടികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അല്ലാത്തവ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നൽകും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജാതിയുടെയോ സമുദായത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ വോട്ട് ചോദിക്കുകയോ മതസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാനോ പാടില്ല. മതപരമോ വംശപരമോ സമുദായപരമോ ഭാഷാപരവുമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ പ്രചാരണ പ്രവർത്തനങ്ങളും പാടില്ല. മറ്റ് സ്ഥാനാർത്ഥികളുടെയോ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരുടെയോ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പാടില്ല. അതെല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ അധികാരത്തിലിരിക്കുന്ന കക്ഷി ഔദ്യോഗിക സ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിക്കരുത്. മന്ത്രിമാർ, MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ തങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുകയോ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയോ ചെയ്യാൻ പാടില്ല. പുതിയ പദ്ധതികളോ സ്കീമുകളോ ആരംഭിക്കുകയോ ഉദ്ഘാടനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. കർശനമായി പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിന് ജില്ലകളിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുണ്ടാകും. അതിൽ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും തദ്ദേശ വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആ കമ്മിറ്റിയിലുണ്ടാകും. മാധ്യമപ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയാവണം അവ പ്രസിദ്ധീകരിക്കേണ്ടത്. ഇതിനായി ജില്ലകളിൽ ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായി ഒരു സമിതി മീഡിയ റിലേഷൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ മാധ്യമപ്രവർത്തകരും അംഗങ്ങളായിരിക്കും. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോഷ്യൽ മീഡിയ രംഗത്ത് ഉള്ള വിദഗ്ധരും അതിൽ അംഗങ്ങളായിരിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ഫേക്ക് ന്യൂസിൻ്റെ ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലും AI-യുടെ ദുരുപയോഗം ഉണ്ടാകുന്ന സാഹചര്യത്തിലും
മാധ്യമപ്രവർത്തകർ നൽകുന്ന വാർത്തകളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള വാർത്തകൾ വരുന്നത് തടയുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിലും ഇതിനായി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂർ, പോളിംഗ് അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂർ സമയപരിധിയിൽ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രചാരണങ്ങൾ പാടില്ല. തെരഞ്ഞെടുപ്പ് സംപ്രേഷണം സംബന്ധിച്ച് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും അച്ചടി മാധ്യമങ്ങൾക്കായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ്. ബഹുമാന്യരായ എല്ലാ മാധ്യമപ്രവർത്തകരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവ പാലിക്കാനും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനും ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സ്വതന്ത്രവും സമാധാനപരവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട എല്ലാ കരുതൽ നടപടികളും കമ്മീഷൻ സ്വീകരിക്കും. ക്രമസമാധാന പാലനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസ് ചീഫുമായി ആലോചിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ ആവശ്യാനുസരണം വീഡിയോഗ്രാഫിയും വെബ്കാസ്റ്റിങ്ങോ ഏർപ്പെടുത്തും. അധിക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തും. പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു. അതുപ്രകാരമുള്ള മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നിയമാനുസൃതവും കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയവുമായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാതൃക പെരുമാറ്റച്ചട്ടത്തിൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹന പ്രചാരണത്തിനും പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ എന്നിവയ്ക്കും പോലീസ് അധികാരികളുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടതാണ്. ഉച്ചഭാഷിണിയുടെ ഉപയോഗം രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 6 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത്, രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിരോധിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ ശബ്ദപരിധി പാലിച്ചായിരിക്കണം പ്രചാരണ പ്രവർത്തനം നടത്തേണ്ടത്. പരസ്യപ്രചാരണം വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തിന് 48 മണിക്കൂർ വരെ മാത്രമേ പാടുള്ളൂ. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അച്ചടിക്കുന്ന പോസ്റ്ററുകളിലും ലഘുലേഖകളിലും അച്ചടിക്കാരൻ്റെയും പ്രസാധകൻ്റെയും പേരും വിലാസവും കോപ്പികളുടെ എണ്ണവും ഉണ്ടായിരിക്കണം. അച്ചടിക്കുന്ന രേഖയുടെ പകർപ്പും അതോടൊപ്പം പ്രിൻ്ററുടെ ഡിക്ലറേഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകിയിരിക്കണം. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂർ വേളയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. വോട്ടെണ്ണൽ ദിവസവും മദ്യനിരോധനം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഓരോ ജില്ലയിലും ഒരു ജനറൽ ഒബ്സർവർ ഉണ്ടാകും. IAS, IFS തലത്തിലുള്ള ഒരു ഓഫീസറെ കമ്മീഷൻ ഇതിനായി നിയോഗിക്കും. സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ചെലവ് നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിക്കും. പൊതുസ്ഥാപനങ്ങളും പരിസരവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും വികൃതമാക്കുന്ന തരത്തിലുള്ളതും അനധികൃതമായിട്ടുള്ള പ്രചാരണങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനും അതിന്മേൽ നടപടിയെടുക്കുന്നതിനും താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്സ് ഉണ്ടാകും. കമ്മീഷൻ ഊന്നൽ നൽകുന്ന മറ്റൊരു കാര്യമാണ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 1.5 ലക്ഷം രൂപയുമാണ്. സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് ഫലപ്രഖ്യാപന തീയതി മുതൽ 30 ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കണം. ചെലവ് കണക്ക് നൽകാതിരിക്കുകയോ പരിധിയിൽ കൂടുതൽ ചെലവഴിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ കമ്മീഷൻ അയോഗ്യനാക്കും. അത് 5 വർഷക്കാലം ആ അയോഗ്യത നിലനിൽക്കും. വോട്ടെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക്
അതാത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് മോക്ക് പോൾ നടത്തും. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മോക്ക് പോൾ നടത്തുന്നതിന് വേണ്ടി രാവിലെ 6 മണി മുതൽ തന്നെ മോക്ക് പോളിനുള്ള സംവിധാനം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടാകും. വോട്ടർമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളായ ഇലക്ട്രിസിറ്റി, കുടിവെള്ളം, റാമ്പ്, സുഗമമായ വോട്ടിങ്ങിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തും. വോട്ട് ചെയ്യുന്നതിന് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും 6 മാസത്തിന് മുമ്പ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്. ഇത് കൂടാതെ കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള തിരിച്ചറിയൽ രേഖയും പോളിംഗിന് വരുന്ന സമയത്ത് വോട്ടർമാർക്ക് ഹാജരാക്കാവുന്നതാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ പേരും പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നാണ് കമ്മീഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. കമ്മീഷൻ ഇത്തവണ എടുത്ത ഒരു സമീപനം തന്നെ അർഹതയുള്ള 100% വോട്ടർമാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള 100% പേർക്കും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് മുഴുവൻ വോട്ടർമാരും എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് കമ്മീഷന് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും. സ്വകാര്യ മേഖലയിലെ വ്യാപാര, വാണിജ്യ, വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയോ വോട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയോ നൽകുന്നതിന് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കും. വോട്ടർ പട്ടികയ്ക്കായി ഇലക്ട്രൽ റോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം ERMS എന്നുള്ള സോഫ്റ്റ്വെയറുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന E-DROP സോഫ്റ്റ്വെയറുണ്ട്. വോട്ടെണ്ണലിനായി ട്രെൻഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും സെക്ടറൽ ഓഫീസേഴ്സിനും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനും പ്രീപോൾ ഡേയിലും പോൾ ഡേയിലും ഉപയോഗിക്കുന്നതിനായി പോൾ മാനേജർ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നോമിനേഷൻ നൽകുന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നോമിനേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. EVM ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും IT ആപ്ലിക്കേഷൻസ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി ഉപയോഗിച്ച് വരികയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നിശ്ചിത ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിൽ വേണം നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത്. നാമനിർദ്ദേശ പത്രിക നിശ്ചിത ഫോറത്തിൽ ഫോം 2-ലാണ് നോമിനേഷൻ നൽകേണ്ടത്. പത്രികയോടൊപ്പം ഫോം 2A അതിൽ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും ബാധ്യതയുടെയും കുടിശ്ശികയുടെയും കാര്യങ്ങളും ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളുമെല്ലാം തന്നെ ഈ ഫോം 2A-യിലാണ് നൽകേണ്ടത്. അത് നോമിനേഷൻ പേപ്പറിനോടൊപ്പം നൽകേണ്ടതാണ്. സ്ഥാനാർത്ഥി ഈ ഡിപ്പോസിറ്റായി നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിൽ 2000 രൂപ, ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും 4000 രൂപ, ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 5000 രൂപയുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പകുതി തുക നൽകിയാൽ മതിയാകും. സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ നൽകുന്ന ദിവസം 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുമ്പാകെ നിശ്ചിത ഫോറത്തിൽ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ നടത്തി ഒപ്പിട്ട് നൽകുകയും വേണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം 3 അകമ്പടി വാഹനങ്ങൾ മാത്രമേ
100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കും. വരണാധികാരി ഉപവരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ വരണാധികാരിയുടെ റൂമിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാവുകയുള്ളൂ. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച വിശദമായ മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ബന്ധപ്പെട്ട വിതരണ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടെണ്ണും തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളാണ്. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും എണ്ണുക. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും എണ്ണുക. വോട്ടെണ്ണൽ പുരോഗതി അപ്പോൾ തന്നെ ട്രെൻഡ് സോഫ്റ്റ്വെയർ വഴി ലഭ്യമാക്കുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞാ തീയതി ആദ്യ യോഗം വിളിച്ചു ചേർക്കുന്ന സംബന്ധിച്ചും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. അതനുസരിച്ചുള്ള തുടർ നടപടി ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്വീകരിക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കമ്മീഷൻ നിശ്ചയിക്കുന്ന തീയതികളിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകൾ നടത്തും. പ്രാദേശിക ഭരണം ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സമ്പൂർണ്ണ സഹകരണം നീതിപൂർവവും സത്യസന്ധവും ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഷെഡ്യൂളിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് കാര്യപരിപാടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും 2025 നവംബർ 14 വെള്ളി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 നവംബർ 21 വെള്ളി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 2025 നവംബർ 22 ശനി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി, വിഡ്രോവലിനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കൾ. ആവശ്യമുള്ള പക്ഷം ജില്ലകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അത് 3 ഘട്ടമായിരുന്നു. അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. ഞാൻ ഈ ഷെഡ്യൂൾ ഒന്നുകൂടെ പറയാം. നോട്ടിഫിക്കേഷൻ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് election notices issued by the returning officers. November 14, 2025 Friday. Last date for filing nominations November 21st, 2025 Friday. Scrutiny of nomination papers November 22nd, 2025 Saturday. Date of polling Trivandrum, Kollam, Pathanamthitta, Alappuzha, Kottayam, Idukki and Ernakulam districts December 9th Tuesday.
തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഡിസ്ട്രിക്ട്സ് December 11th, 2025. Date of counting December 13th, 2025, Saturday. Last date to complete the election process December 18th, 2025, Thursday. Thank you. Thank you for watching.